അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യ പ്രതി SIT കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക്. ഒന്നും പറയാനില്ല. അന്വേഷണത്തോടെ എല്ലാം പുറത്തു വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂരിലെ പുളിമാത്തുള്ള വീട്ടിലെ SIT പരിശോധന തുടരുകയാണ്. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനാണ് രേഖകൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. കിളിമാനൂരിലെ പുളിമാത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് മുന്നിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി റിനു ശ്രീധറുണ്ട്. റിനു നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. റിനു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പോറ്റിയുടെ വീട്ടിൽ പരിശോധന തുടങ്ങിയിട്ട് കുറച്ചധികം മണിക്കൂറായല്ലോ. എന്താണ് അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണ്? SK ഏകദേശം 4 മണിക്കൂറോളം പിന്നിടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള കല്ലറ കാരേറ്റ് പുളിമാത്തുള്ള വീട്ടിൽ പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇനി 2 മണിക്കൂർ കൂടി കഴിയും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും ഈ SITയുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹൈദരാബാദിലേക്ക്, അതായത് ഈ വിവാദം ഉണ്ടായതിനു ശേഷം ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ SIT അന്വേഷണം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു യാത്ര ഹൈദരാബാദിലേക്ക് നടത്തിയിരുന്നു. ഈ യാത്ര എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകുന്നില്ല പോറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുക, യാത്രാരേഖകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള രേഖകളോ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പ്രധാനമായും ഈ പരിശോധനയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക രേഖകൾ അടക്കം കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഈ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായ അതേ പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ഒന്നും പറയാനില്ല, അന്വേഷണത്തിലൂടെ എല്ലാം തെളിയും എന്നുള്ളത്. ഇന്നലെ കോടതിയിൽ നിന്ന്, റാന്നി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹം തന്നെ കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു, ഇവിടെ പരിശോധനയും പുരോഗമിക്കുകയാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തിരിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി തെളിവെടുപ്പുകൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. SK. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. കിളിമാനൂർ പുളിമാത്ത് ഉള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിന്റെ മുന്നിൽ നിന്നാണ് നമുക്കൊപ്പം റിനു ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.